ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുതിയ തലത്തിലേക്ക്. സിലഗുരിയിൽ നടന്ന വൻ റാലിയിൽ തൃണമൂൽ സർക്കാരിനും മമതാ ബാനർജിക്കുമെതിരെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെയ് 4 ശേഷം ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിൽ വരുമെന്നും കഴിഞ്ഞ 15 വർഷത്തെ ഓരോ പൈസയുടെയും കണക്ക് തൃണമൂൽ നേതാക്കൾ പറയേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. ബംഗാൾ രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു എന്ന പ്രഖ്യാപനവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിലിഗുരിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. മെയ് 4 ശേഷം ബംഗാളിന്റെ ചിത്രം മാറുമെന്ന് പ്രധാനമന്ത്രി വെല്ലുവിളിച്ചു. അഴിമതിയും നുഴഞ്ഞുകയറ്റവും അവസാനിപ്പിക്കുമെന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. TMC നേതാക്കൾ കഴിഞ്ഞ 15 വർഷമായി നടത്തിയ ഓരോ അഴിമതിക്കും തങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ കണക്ക് ചോദിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 4 मई के बाद BJP सरकार बनेगी और TMC वालों को 15 साल का पल पल का हिसाब देना पड़ेगा, पाई पाई का हिसाब देना पड़ेगा. വടക്കൻ ബംഗാളിനോട് മമതാ സർക്കാർ തുടരുന്ന വിവേചനത്തെ മോദി നിശിതമായി വിമർശിച്ചു. മദ്രസകൾക്കായി 6000 കോടി രൂപ നീക്കിവെക്കുന്ന സർക്കാർ വിസ്തൃതമായ വടക്കൻ ബംഗാളിന്റെ വികസനത്തിന് വേണ്ടത്ര ഫണ്ട് നൽകുന്നില്ല. വോട്ട് ബാങ്ക് പ്രീണനത്തിന് മാത്രമാണ് തൃണമൂൽ ശ്രമിക്കുന്നത്. പ്രളയകാലത്ത് വടക്കൻ ബംഗാൾ വലയുമ്പോൾ കൊൽക്കത്തയിൽ ആഘോഷത്തിലായിരുന്നു മമതാ സർക്കാരെന്നും അദ്ദേഹം ആരോപിച്ചു. निर्मम सरकार ने मदरसों के लिए करीब 6000 करोड़ रुपए का बजट दिया, लेकिन इतने बड़े नॉर्थ बंगाल के डेवलपमेंट के लिए बंगाल सरकार पर्याप्त बजट नहीं देती. TMC सिर्फ अपने खास वोट बैंक के तुष्टीकरण में ही वो दिन रात लगी हुई है. TMC ഗുണ്ടകൾ നടത്തുന്ന രാഷ്ട്രീയ അക്രമങ്ങൾ അന്വേഷിക്കാൻ BJP അധികാരത്തിൽ വന്നാലുടൻ പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കുമെന്ന അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ സിലിഗുരിയിലെ റാലിയിൽ പ്രധാനമന്ത്രി നടത്തി. ജനം, ഡൽഹി.